ഇന്ന് ഞാൻ തയ്യാറാക്കാനായി പോകുന്നത് ചോറിന് പറ്റിയ നല്ലൊരു തോരനാണ്. ക്യാരറ്റും കിഴങ്ങും വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ. ഇതിനായിട്ട് ഞാനൊരു ഉരുളൻകിഴങ്ങും കുറച്ച് ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നുറുക്കിയെടുത്തതാണിത്. ചെറുതായിട്ടാണ് ഞാൻ നുറുക്കിയെടുത്തിട്ടുള്ളത്. ക്യാരറ്റും കിഴങ്ങും ഒരേ സമത്തിലെടുത്താൽ മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, ഒരു 4 കാന്താരിമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി. ഒരു നുള്ള് ചെറിയ ജീരകം, ഇത് പൊടിയാണ്, ഒരു നുള്ളെടുത്താൽ മതി. ഒരു അര ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കണം. മിക്സിയിൽ വെച്ച് ചതച്ചെടുത്തതാണിത്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റും കിഴങ്ങും മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചതച്ചെടുത്താൽ മതിയേ, കൂടുതൽ അരിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് ഈ മിക്സിയുടെ ജാറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര ഗ്ലാസ്, ചെറിയ ഗ്ലാസ് വെള്ളം മതി. അര ഗ്ലാസ്, കുറച്ച് ഇത് മതി, കൂടി പോകണ്ട, പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം അടുപ്പി വെച്ചാൽ നമ്മൾ കൂടുതൽ സമയം ഇളക്കി കൊടുത്ത് ഇത് കുഴഞ്ഞു പോവില്ല തോരന്. നമുക്കിത് അടുപ്പി വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിച്ചു പോകും. ഇത് ആയിട്ടുണ്ട്. നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് തീ ഓഫാക്കി കൊടുക്കണം. വെള്ളമൊന്നും വറ്റാനില്ല, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വറവ് തയ്യാറാക്കണം. തീ ഓഫാക്കി കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി, നമ്മൾ തേങ്ങ ചേർത്തല്ലേ. ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക്, അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതൊന്നായി വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം ഇത് നമ്മുടെ തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു തോരനാട്ടോ. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനും ഒക്കെ നല്ലതാണ്. സ്കൂൾ തുറക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയതൊന്നാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ. ഇതിൻ്റെ കൂടെ വേറെ കറിയില്ലേലും ഇത് കഴിക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.